നല്ല സുഹൃത്തുക്കളെ, നമ്മളെ പച്ചക്കറി തോട്ടത്തിലായിപ്പോൾ ഉള്ളത്. പച്ചക്കറി തോട്ടം എന്ന് പറയാനില്ല, ഒരു ചെറിയൊരു പച്ചക്കറി. ഇതിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചീരയുണ്ട്, ഇത് പടവലം വളർന്ന് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വളർന്ന് ആ ഒരു ലെവലെത്തി. പിന്നെ തക്കാളി തൈയുണ്ട്, കുറേ തക്കാളി പൂ വിരിഞ്ഞു കേട്ടോ. പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറേ കപ്പ നട്ടിട്ടുണ്ട്. കപ്പ വലുതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല. കാരണം പന്നീൻ്റെ ശല്യം ഇവിടെ കൂടുതലാണ്. പന്നി ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വേറെ എന്തെല്ലോ തൈ മുളച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് കളയണം. അത് ഇതിൻ്റെ വളമെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ ചീരയുണ്ട്. ഇന്നത്തേക്ക് നമുക്കൊരു ചീര വറക്കാനുള്ള ചീര പറിക്കാനുണ്ട്. തക്കാളി എല്ലാം കണ്ടോ, നല്ല പൂത്തുണ്ട്. പിന്നെ കുറച്ച് വഴുതിനി ആയിട്ടുണ്ട്. നമ്മുടെ വഴുതിനി തൈ നല്ല ഉഷാറായിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ എടുക്കുന്ന ഷാജീൻ്റെ എടുക്കുന്നത്. ഈ വഴുതിനി തൈൻ്റെ ഇലേൻ്റെ മുകളിൽ ഒരു മുള്ളുള്ള ടൈപ്പ് വഴുതിനിയായത്. ഇലേൻ്റെ മുകളിൽ ഒരു മുള്ളുണ്ടാവും, ആ ടൈപ്പ് വഴുതിനിയാണ്. പിന്നെ മുളക് തൈയിൽ നല്ല ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് വളം വാങ്ങിച്ചിട്ട് വളം ചേർക്കണം. നല്ല കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർക്കണം. കപ്പ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം നമ്മൾ പരീക്ഷണമാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷി ഇങ്ങനെ ഇത്രയും ഇതായിട്ട്. പണ്ട് ചെറുതായിട്ട് നമ്മൾ ചെയ്തിന്, പക്ഷേ ഇത് കുറച്ച് ഉഷാറാക്കി ചെയ്തോ. നോക്കട്ടെ എന്താവും നമുക്കറിയാമല്ലോ. വിജയിക്കുന്നതൊക്കെ നമുക്ക് എന്നും ഒരുപാട് മുളകെല്ലാം വിരിഞ്ഞിട്ടുണ്ടല്ലോ. മുളകെല്ലാം ഉണ്ടായിട്ടുണ്ട്. തക്കാളിക്ക് ഇതാ പൂ വിരിഞ്ഞ്. ഇനി ഇത് തവരച്ചപ്പ്. ഇത് രേഷ്മ ഇടുന്നതിൻ്റെ കുറച്ച് കൊണ്ടുവന്നിട്ട് അടിയിലുള്ള അതിൻ്റെ വിത്തിട്ടോ. ഈ പറമ്പിൽ കുറേ ആയിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ല സാധനം വറക്കാൻ. ചീരയും നല്ല ഉഷാറായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് വെള്ളമെല്ലാം നനച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഉഷാറായിട്ടുള്ള വീഡിയോ ഇട്ട് തരാം. ഇതാ അങ്ങനെ നമ്മൾ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അടിപൊളിതാ പയറുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പയറും ഉണ്ടായിരുന്നു. പച്ചക്കറി നമുക്ക് തന്നെ നട്ടിട്ട് ഉണ്ടാക്കാം എന്ന് മനസ്സിലായി.